മുതുകുളം കൂരുമ്പകര UP സ്കൂളിൽ വായനാ പക്ഷാചരണം തുടങ്ങി. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനം ചെയ്തു. മുതുകുളം കുരുമ്പങ്കര UP സ്കൂളിൽ വായനാ പക്ഷാചരണം തുടങ്ങി. വായനാ പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനം കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. ഏറ്റവും പ്രത്യേകതയോടുകൂടി അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നാം ആചരിക്കേണ്ടതിന്, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഉൾപ്പെടുത്തി കൊണ്ട് നടക്കേണ്ട ഒന്നിനെ പറ്റി ആലോചിക്കേണ്ടത്. സ്വാതന്ത്ര്യം എന്നത് എന്നും നമ്മുടെ ജീവിതത്തോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ടത്. പക്ഷേ ആ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവവേദ്യമായ ദിവസത്തെ നാം ഓർക്കുന്നു എന്ന് പറയുന്നത് പോലെ മനുഷ്യന് വായനയുടെ പ്രത്യേകത, പ്രത്യേകിച്ചും മലയാളികൾക്ക് വായനയുടെ പ്രത്യേകത പകർന്നു നൽകിയ വലിയൊരു മഹാൻ. അദ്ദേഹത്തിന്റെ പേരെന്താണെന്നാ പറഞ്ഞേ? ഉറക്കെ പറഞ്ഞു. പണിക്കർ സാറിന്റെ ഓർമ്മയ്ക്കായി നമ്മൾ ഈ ഒരു ദിവസം തിരഞ്ഞെടുത്ത്, അല്ലെങ്കിൽ ഇത് മുതൽ ഒരാഴ്ച വായന വാരാഘോഷം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ 2 ആഴ്ച വായന പക്ഷാചരണം എന്നൊക്കെ പറഞ്ഞ് നാം ഇങ്ങനെ ആഘോഷിക്കുന്നു. മലയാളികൾക്ക് വായനയിലൂടെ മാനവിക മൂല്യം പകർന്നു നൽകിയ മഹാനായിരുന്നു PN പണിക്കരെന്ന് OS ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് ഷാഹിദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് മാങ്കുളം GK നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തി. വായിച്ചതുകൊണ്ട് മാത്രം ആരും മഹാനാവുന്നത്. പക്ഷെ വായിച്ചാലും മഹാനാവുക എങ്ങനെയാണെങ്കിൽ നല്ല പുസ്തകങ്ങൾ മാത്രം തെരഞ്ഞെടുത്ത് നമ്മുടെ ജീവിതത്തെ ഉത്കർഷത്തിലേക്ക് നയിക്കുന്ന, ഉദയം ചെയ്യുന്ന, ഉയർത്തുന്ന, മാനസികമായി ഔന്നത്യം തരുന്ന, ആത്മീയമായി വലിയ നിലയിലേക്ക് നമ്മളെ ഉയർത്തുന്ന പവിത്രമായ പുസ്തകങ്ങൾ നമ്മൾ വായിക്കണം. ഇല്ല എങ്കിൽ നമ്മൾ ഇരുട്ടിലേക്ക് തന്നെ പോകും. നമ്മുടെ മഹനീയമായ രാമായണം, മഹാഭാരതം, ഭാഗവതം തുടങ്ങി ക്ലാസിക്കൽ, ഭഗവത്ഗീത ഇതൊക്കെ നമ്മൾ വായിക്കണം. അതുപോലെ ബൈബിള്, ഖുർആൻ, വിശിഷ്ടമായ ഗ്രന്ഥങ്ങളെല്ലാം നമ്മൾ വായിക്കും. പിന്നെ ഈ വായനശീലം നമ്മൾ പണ്ടേ ഉണ്ടായിരുന്നു. മലയാളികൾക്ക് നല്ല വായനശീലം പണ്ടേ ഉണ്ടായിരുന്നു. ചിങ്ങമാസത്തിൽ നമ്മൾ കൃഷ്ണഗാഥ, ഭഗവാൻ കൃഷ്ണന്റെ കഥകൾ വായിച്ചു തുടങ്ങി, കൃഷ്ണഗാഥകൾ വായിച്ചു തുടങ്ങി. ഗുരുപ്രിയ ഗ്രന്ഥശാല കോർഡിനേറ്റർ K രവീന്ദ്രൻ, സ്കൂൾ മാനേജർ N സുജേത, പ്രഥമ അധ്യാപിക IK ലിജി, അധ്യാപകരായ P വിനോദ്, P പ്രദീപ്, ജെമിനി, അമൽ, ഗീതു, കാവ്യ, ജയചിത്ര, ഇന്ദു, ധന്യ വേണു, മാനേജ്മെന്റ് കമ്മിറ്റി പ്രതിനിധി MR പ്രസാദ് എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ് കായംകുളം.